2 ദിവസം മുമ്പ് ബില്ല് സർക്കുലേറ്റ് ചെയ്യണം, അംഗങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യണമെന്നുള്ള വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്ക് ശേഷമാണ്, ഇന്ന് 1 മണിക്ക് ശേഷമാണ്, വെളുപ്പിന് 1 മണിക്ക് ശേഷമാണ് ബിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള വലിയ മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ബിൽ, ഭരണഘടനാ ഭേദഗതി നിയമം പോലും അംഗങ്ങൾക്ക് പ്രാഥമിക പരിശോധന പോലും നടത്താനുള്ള അവസരം ലഭിക്കാതെ ഏകപക്ഷീയമായി സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ബിൽ അവതരണം സതുദ്ദേശപരമല്ല, ദുരുദ്ദേശപരമാണ്. BJP ഇതര ഗവൺമെന്റുകളെ അട്ടിമറിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഫെഡറലിസത്തിനെതിരാണ് എന്ന് പറയാനുള്ള കാരണം, ഒരു മന്ത്രി തന്റെ മന്ത്രിസഭയിൽ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വിവേചനാധികാരമുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിക്കുമാണ്.